ഞാൻ ചത്ത ചെറിയപ്പോ ഉറങ്ങണ ആര് ശല്യം കൊടുക്കണ ആ ലെവല് മാത്രം അല്ലാത്തൊരവസ്ഥ അല്ലേ പെരി കേറാൻ പറ്റില്ല എമ്മല്ലായിട്ട് ആകൊക്കെ ജായി. നമ്മള് സെഫിയൊക്കെ അധ്വാനിച്ചിട്ട് ഓന്റെ വെള്ളമൊന്നും തികയതല്ല, അധ്വാനത്തിന്റെ വിയർപ്പ്. ഔ നെറ്റി ചെറിയ വിയർത്തില്ലല്ലോ. അസ്സലാമലൈക്കും. അപ്പൊ രാവിലെ തന്നെ അതാ വെറുത്തേക്കണേ ഞാൻ ചാടിയില് അതിന്റെ തട്ടിക്കണേ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് വിശേഷം എന്താന്ന് വെച്ചാല് നോക്കി വീഡിയോ എടുക്കാനായിട്ട് ഇപ്പല്ല കോല ഞാൻ കാട്ടി കൊടുക്കും വേണോ. അപ്പൊ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി. ഇന്ന് പീപ്പിൾസ്ക്ക് പോകണം. കാരണം എന്താ വെച്ചാൽ അവിടെ മരം വെട്ടിക്കണം. സീന ഒറ്റക്കല്ലേ. അപ്പം ഞങ്ങൾ എടുക്കുന്ന കടച്ച് തോത്താനൊക്കെ പോക്കുണ്ട്. ഒന്നും പോകണം അവിടെ പണി കൊടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇമ്മല്ലാത്തതുകൊണ്ട് ആകാലം ഒരു ദിവസം 2 ദിവസം നമ്മൾ പെരയിലില്ലെങ്കിൽ ആ പെര എങ്ങനെ പൊടി ഉണ്ടാകും, മണ്ണുണ്ടാവും. ഞങ്ങൾ അടിച്ചു തോത്തുമ്പോൾ എത്രങ്ങാനും ചപ്പും ചമ്മലാണ്. ഓലൊറ്റക്ക് ഒരാളുള്ളൂ, കുട്ടികളൊന്നുമില്ല പരത്താൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആകെ മണ്ണും ഇതൊക്കെയാണ്. അപ്പോൾ ഉമ്മ വരുമ്പോത്തിന് നമ്മളില്ലെങ്കിൽ പെരാകെ നാശാകും. മുണ്ടല്ലേ. അപ്പൊ ഇന്ന് പോട്ടെ. അവിടെ മുറ്റത്ത് ആകെ അവിടെ പീപ്പിൾസൊക്കെ ആൾക്കാര് മരം വെട്ടിട്ട് മഴക്കാലൊക്കെ വരില്ല. അപ്പൊ ലൈൻ കമ്പിമ്മ തട്ടാതെക്കാണ് മരക്കൊമ്പൊക്കെ വെട്ടി ക്ലിയർ ആക്കിയിരിക്കണ. നിലത്ത് കൂടെ ആകെ ഉണ്ട്. അപ്പൊ ഞാൻ ഒറ്റക്കല്ലേ, പാവല്ലേ, പോയി കൊടുക്കട്ടെ. ഞങ്ങൾ ചമ്മക്കാണെങ്കിൽ തീരെ വെച്ച തുമ്മലും പനിയൊക്കെയാണ്. അപ്പോൾ കഴിക്കണ മാതിരി ഞാൻ പിന്നെ അതിൻ്റെ തറവാട്ടിക്കൊക്കെ പോയി ആ കൊയങ്ങി റെസ്റ്റ് പെരി നിൽക്കാതെ റെസ്റ്റ് ഇല്ല. നമ്മൾ കുട്ടികൾ മദ്രസ ഇട്ട് വന്നിക്കണ്. നമ്മൾ ചായയും കടി ഓട്ടടിയും ചിക്കൻ കറി ഉണ്ട്. എൻ്റെ ഇവിടെ പരിപാടി എൻ്റെ പരിപാടി കുഞ്ഞിക്കിളിക്ക് എൻ്റെ പരിപാടി. എൻ്റെ കാക്കാണ്, കുഞ്ഞിക്കാക്കണില്ലേ. 2 കാക്കാര്. എന്റെ ഭർത്താവിന് സുഖാണോ ചോദിച്ചോക്ക്, സുഖാണോ ചോദിച്ചോക്ക്. ഇപ്പൊ നമ്മള് കുട്ടിക്ക് തിന്നാനൊക്കെ കൊടുക്കൽ തുടങ്ങിട്ടോ. ചോളാണ്ടിന്ന് അവരൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ കൊടുക്കൽ തുടങ്ങിക്കണേ. അല്ലേ ചുണ്ണുമണ്ണ, ഞാൻ വലിയ കുട്ടിയായി ഇല്ലേ. ഒറ്റക്ക് പോന്ന നേരയില്ലേ. ഡ്രസ് അവിടെ അതിനടുത്തല്ലേ നിങ്ങളെ കൊട്ടിയിലുണ്ടോ? ഇങ്ങനെ സ്വഭാവം ഉണ്ടാക്കി കൊരക്കുക. തൊട്ടിന്നൊക്കെ നീച്ചാണ്ടല്ലോ വെറുതെ കൊരക്കുക. ഒരു കാര്യമല്ല, ഉണ്ടാക്കി കൊരക്കും. ഇങ്ങനെ ഈ കുട്ടിയൊക്കെ ഉണ്ട് തോന്നുന്നു. ഇവിടെ അയലുമല്ല പിന്നെ ഇവിടെ. അപ്പൊ നമ്മള് കടി ഓട്ടടിയാണ്. ഇതോടെ ഉണ്ടാക്കലില്ല, ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തോണ്ട്. എനിക്കിഷ്ടം അങ്ങനെയല്ലടാ. അപ്പടാ ശരിക്കിട് കരിനിക്കണെന്ന് കാട്ടി കൊടുക്കാണ് തോന്നുന്നു അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടടാ. നല്ലോ തിന്നോട്ടോ, വലിയ കുട്ടിയാവണ്ടേ. കറി ചന്തയിലൊക്കെ എങ്ങനെയുണ്ട് കടി? ഇങ്ങനത്തെ കരിഞ്ഞതാ എടുത്തിക്കണം. കരിയാത്തുണ്ട് ഇതില് നല്ല. ഇനിയിപ്പൊ കരിഞ്ഞതാ ഉണ്ടാക്കി. അല്ല ചക്കരാണോ ഉണ്ടത്? കരിഞ്ഞിട്ടില്ല. രാവിലെയൊക്കെ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ, പക്ഷെ വയറാണ്ട് കുറയുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യൂല എന്നുള്ളൂ അല്ലേ. എക്സസൈസ് ചെയ്യൂല. ഇന്നോ ഇന്ന് ചെയ്യണമെന്നല്ല ചെയ്യണം. എന്നുണ്ടല്ലോ, ദിവസങ്ങളൊന്നും ഉണ്ടല്ലോ. മടിയനാണ് മടിയൻ. ഇന്ന് മയക്കാറില്ല, പക്ഷെ ഒരു വെയിലിനൊക്കെ ഇന്നലെ വെയിലിനൊക്കെ ഒരാക്കല്ലേ. പക്ഷെ വെയിലില്ലേ അങ്ങനെ. 3-4 നിലയുടെ മേലെയാണ് അല്ലേ നമ്മളുടെ അടുത്ത പണി. ചോറിന് വരും ചോറിന്. ഇന്ന് അങ്ങനല്ല, ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. ചോറിന് വരുന്ന് ഫോണ് ചായ വണ്ടിമുണ്ട്.
ഇന്ന് വൈകുന്നേരം വരല്ല. അപ്പൊ ഉച്ചക്ക് വരുന്ന് ഉണ്ടാവൂലേ? നിന്റെ ഓടിലാണ് ഓടിത്രം പോട്ടെട്ടാ. അങ്ങോട്ട് പോകണ്ടേ? നിങ്ങള് പോകില്ലേ? ഇല്ല ഇല്ലല്ലോ പോകയാണ് നിങ്ങളപ്പോ. ഓനെ ഹെൽപ്പറായി കൊണ്ടേക്കോളി. കമ്പിക്കാൻ പോനോ? കമ്പിക്കാൻ പോനോ? ചെങ്ങായി ചെങ്ങായി കമ്പിക്കാൻ പോന്നോ? ഒരു കുഞ്ഞോ അപ്പൊ പെരിയിലോൻ ഒറ്റക്കല്ലേ, അവന്റെ കൊറേ തിരുമ്പാനും ഉണ്ട്. അങ്ങനെ കഴിച്ച എന്നും ചെക്കന്മാരെ പെൺകുട്ടികളൊക്കെ പോവില്ലേ, അപ്പൊ എന്നും കഴിച്ചൂരിയിടും. അവിടുത്തെ വാഷിംഗ് മെഷീനാണെങ്കിൽ കേടും വന്നിക്കണം, വെള്ളം നിൽക്കുക. അമ്മ ഉണ്ടെങ്കിൽ എന്തൊക്കെ അവിടെ കെട്ടിട്ട് ഇങ്ങനെ വലിച്ചെന്തൊക്കെ കാട്ടും. അപ്പം അതിലത്തെ വെള്ളം പോകും. അങ്ങനത്തെ ട്രിക്കൊക്കെ പെണ്ണുങ്ങൾക്ക് എല്ലാം അറിയുള്ളൂ, ഓൾക്ക് അറിയില്ലല്ലോ. അപ്പൊ വാഷിംഗ് മെഷീൻ അങ്ങനെ എത്തിക്കണം, അത് മാറ്റണം പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ ഒന്ന് തിരുമ്പാനും നിവർത്തില്ല. അപ്പോൾ കുറേ ഉണ്ട് അവിടെ. അപ്പോൾ കൊണ്ട് തിരുമ്പാൻ പോരണം. അതേപോലെ അടിച്ചടി തോർത്തണം, എന്തെങ്കിലും ചോറ് വെച്ച് കൊടുക്കണം, എന്നിട്ട് എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നേരം ഉണ്ടാവുമോ നോക്കട്ടെ. അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞാണ്ടിരുന്ന കുട്ടീനേറ്റ് ഒന്ന് മരുന്നിന് പോവാണ്ട്, അതൊക്കെ പോയിട്ട് വേണാണ്ട് പോവാൻ. ഇങ്ങനെ നമ്മളെ പെരിക്ക് വന്നിട്ട് ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ അവസ്ഥ. അമ്മല്ലാത്തോണ്ട് ഷെഫീക്കൊക്കെ ഇവിടെ മിറ്റടിച്ചോരിക, വറക് വെട്ടുക, ചോറുണ്ടാക്കുക, കൂട്ടാണ്ടാക്കുക. അപ്പൊ നമ്മള് മിറ്റത്തിന്റെ കോലാണിത്. എവിടെ ഷെഫീക്ക് എപ്പോഴാ തുടങ്ങിയത് ഇത്? എന്താലേ മിറ്റം കിടക്കണ ഒരു കടപ്പ് കണ്ട. നമുക്ക് അലർജിയാണ്. എല്ലാ വീഡിയോയിലും ഒന്നേ പറയുന്നുള്ളൂ, എനിക്ക് അലർജിയാണ്. പനിയുണ്ട്. ഇത് കൂടി കൊടുക്കണ്ട അവിടെ നിന്ന്. ഞാൻ ഇനി വീഡിയോ ഓഫ് ആക്കിയിട്ട് ഞാൻ കൂടി കൊടുക്കൂട്ടോ. കാരണം ഈ മിറ്റത്ത് കിടക്കുന്ന സാധനമൊക്കെ നമുക്ക് ഇനി വലിച്ചിട്ട് എടാ അവിടുത്തെ തൊടു കൊണ്ടുപോയിടാ. നമുക്ക് നമ്മള് തെങ്ങിൻ്റെ കൂടെ തന്നെ നടക്കുള്ളൂ, ഒക്കെ കരിഞ്ഞു പോയിക്കോളും. എന്തോ ഒരു വൃത്തില്ല മിറ്റ. ഇനി ഉമ്മ കാണണ്ട, ഉമ്മാനോട് പറഞ്ഞടാ. എന്നെ ഉമ്മത് കാണുമ്പോഴേക്കാരം ഇങ്ങനെയാണ് നമ്മള് മിറ്റം കിടക്കുന്ന അവസ്ഥ വിചാരിച്ചുള്ളൂ. ആണോ? കാരണം നമ്മളെ ആ ഒരു കായ് നമ്മളെപ്പോഴും പറഞ്ഞു. എന്താടി എന്റെ പേര് പറഞ്ഞീന്? എന്തൊക്കെയോ പേര് പറയുന്നുണ്ട്. ആ കായ് ഇല്ല മരം ഇപ്പൊ വെട്ടിക്കണ് അവസ്ഥയാണ്. ഇതൊക്കെ മൊട്ടയാക്കി. മഴക്കാലല്ലേ വരുന്നത്, ആകെ പടർന്ന് പിടിച്ചിനി. ചെറിയാപ്പാട് വെട്ടിക്കൂട്. അപ്പൊ നമ്മളൊക്കെ ഇത് വെട്ടി വൃത്തിയാക്കട്ടെ. എന്നിട്ട് ചായക്ക് എന്താ വാങ്ങിയ? പപ്സോ സിനിയോ? പപ്സില്ലേ? മാറിന്ന സമന വെട്ടും. ഇതാണെങ്കിൽ തീരെ ഉറപ്പില്ല കേട്ടോ. വെട്ടി അവിടെ കിടക്കും. ഒറ്റ വെട്ടിൽ വെട്ടിയാ മതി. വേണ്ട. കത്തിയെല്ലാം മൂർച്ചുണ്ടോ? സിനിയോ ഇത് ഇന്നലെ ആക്കിയതാ ഇത്? മരത്തിന്റെ മൊത്തം കളഞ്ഞു.
നിറച്ച് കായകളുണ്ട് ഇട്ടതുമേ. നമ്മളെ കായ് കുരുകളുണ്ട്. ഇതാണ് പൈത്ത് നമ്മളെ തിന്നല്. കിളികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കിളികളുണ്ടാവും. നമ്മളീ തെങ്ങിന്റെ തിന്ന് വരിട്ടോ. നിങ്ങൾക്ക് പണിയുണ്ട് കേട്ടാ. കേട്ടാ, അധ്വാനിക്കണം എന്നാലേ തിന്നാൻ പറ്റുള്ളൂ. കേട്ടാ ഫിദാനെ? അതെയോ പണി എടുക്കാവാ തിന്നിട്ട്. അതിന് പപ്സൊക്കെ വാങ്ങിക്കൊടുക്കണേ. എന്ത് അതുകൊണ്ട് പണിക്കൂടൂലെന്നോ? ഒച്ചപ്പാട് കൊടുന്ന് ഇട്ടിട്ട് ഇപ്പൊ തെങ്ങിന്റെ മുരടാകെ ചെമ്മലേക്ക് നിറഞ്ഞിക്കണ ഇവിടെ. ഇനി വേറെ നമുക്ക് കൊണ്ടുപോയിടാലോ ഓപ്ഷനും ഇല്ല. വേറെ എവിടെയും കൊണ്ടുപോയിടാൻ പറ്റൂലല്ലോ. എവിടെയും കൊണ്ടുപോയിടാൻ പറ്റൂല. നമുക്ക് സ്ഥലമല്ല ഇവിടെ. ചേച്ചിയൊന്നും ഇല്ല. വെട്ടിയോ? എടാ ഞമ്മളത് ഇത് വെട്ടുമ്പോളേ കറണ്ട് പോണ്ടിട്ട് അതിലെ വള്ളി പേടിച്ചണ്ടേ. ചപ്പാലേ അതിന്റെ ഇല വീണിട്ടേ. ഇത് കൊണ്ടിടേ. ഏയ് അവനാരെ കുട്ടികളെ കുറച്ചൊക്കെ പണിയെടുപ്പിച്ചു. ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ എടുപ്പിച്ചണം. വറക് എവിടെ ഇടുക? പച്ച കൊമ്പാണ്. ഉമ്മയൊക്കെ വരുമ്പോത്തിന് ഉണങ്ങിക്കോട്ടെ. പക്ഷെ മഴ തട്ടുപടി. നിങ്ങള് കണ്ട ആയത്തെ മുറ്റല്ല അത്. എല്ലാരും കൊയങ്ങിട്ടോ വലിച്ച് വാരിട്ട്. നിങ്ങക്ക് ഇങ്ങനൊരു പാൽച്ചായ എന്നാ മുതലാവും. ഓനെടുത്തോടക്കി ഓർക്കുവേ. എങ്ങനെ എങ്ങനെ പിന്നെ നമ്മള് സെഫിയൊക്കെ അധ്വാനിച്ചിട്ട് ഓന്റെ വെള്ളമൊന്നും തികയതല്ല. അധ്വാനത്തിന്റെ വിയർപ്പ്. നെറ്റി ചെറിയ വിയർത്തില്ലല്ലോ. ഇല്ല കാണാണ്ടോ ആ സ്നേഹം കാട്ടല്ലടാ. കുട്ടിനെ അവിടുത്തെ താത്ത കൊണ്ടുപോയിക്കണം കേട്ടോ. ഇനി ഇത് അടിച്ചോരിടല്ലേ. അപ്പൊ ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് ഈ മുറ്റം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം ആരോഗ്യം കൂട്ടിക്കണം. തെങ്ങിന്റെ ഓട്ടിലാണ് നമ്മൾ പെട്ട് കൊടുത്തേക്കണേ. നീ ഒരു തലക്കത്തുണ്ട കഴിഞ്ഞിട്ട് വേണം. കഴിഞ്ഞിട്ട് എന്താ ചെറിയപ്പോ പരിപാടി പറഞ്ഞു കൊടുത്താണേ. ഒരു റീൽ എടുക്കണ്ടേ? നോക്ക് അതണ്ട് എടുക്ക. ബാക്കി ആ കണ്ണനുമൊക്കെ എത്തിയാ മതി. അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നോട്ടെ. നാളെ വലിച്ചിട്ടാ വരാ. നാളെ കയറി ഞങ്ങള് വരണ്ട്. ആ അല്ലേ കൊയങ്ങിയില്ലേ? ഇനി ഇതൊന്ന് അടിച്ചു വരുത്തട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണാം. അങ്ങനെ എല്ലാവരും ചായയുടെയും കാര്യമൊക്കെ കഴിഞ്ഞ് സീനും ചെറിയാപ്പം മുറിഞ്ഞ് പോയി. മുത്തടിച്ചു വരാം. കഴിഞ്ഞിട്ട് നേരെ ആശുപത്രി പോയിട്ട് സൂചി വെക്കണം. നമ്മൾ അടിച്ചു വരാന്നാല് എല്ലാ അയലക്കാരും നിങ്ങൾക്ക് അറിയാലോ. അയലക്കാരും വരും വൃത്തിയാകുമ്പോ നമ്മളെ ഉമ്മ ഇല്ലാത്തോണ്ടാണ്. ഉമ്മ ഉണ്ടെങ്കില് നമ്മള് വേറെ എങ്ങനെ അതാണ് ജീവല്ലായിട്ടും നമ്മളിങ്ങനെ അടിച്ചോണ്ട് ആ ഒരു കുറവായി ഓലെ പേര നോക്കും ആരും പറയും. ഉമ്മല്ലാത്തൊരവസ്ഥ അല്ലേ. പെരി കേറാൻ പറ്റില്ല. ഉമ്മല്ലായിട്ട് ആകൊക്കെ ജായി. അപ്പൊ അതിന്റെ ഊർജ്ജം പഠിച്ച് നമുക്കത് തരും. നല്ല ഇത് മടിയിട്ടല്ലേ ഒരു സൂചിയൊക്കെ വെക്കുമ്പോ ഞാൻ ഓർക്കട്ടെ. എന്നിട്ടേ പണിയുണ്ടടാ. കുട്ടിനെ ഉറക്കാണ്. ഇന്ന് തോറ്റത് എല്ലാരും ഉള്ളിലൊക്കെ ഉണ്ടോ. അടിച്ചൊരു തോത്താണ്ട് ഓന്റെ ചോറായി അടുപ്പത്തെ അത് അവിടെ പരസ്യം ചെയ്യാറ്. തിന്നാനുള്ള സാധനല്ല. തിന്നാലപ്പോ ചായ വേണമെങ്കിൽ അവിടെ ഉണ്ട്. ഇവിടെ അടിച്ചവരെ ഇറങ്ങിക്കണം. ഇനി ഞാനാ കുട്ടീനെ ഇറങ്ങിട്ട് വേണം ഇറങ്ങാൻ നോക്കട്ടെ. വേഗം വെട്ടി ഒഴിവാക്കിയോണ്ട് കഴിഞ്ഞു. ഞാൻ അതും പാടെ ഒഴിവാക്കണ്ടടി. അതവിടെ അരുവിൽ അങ്ങനെ നിന്നൊരു കുഴപ്പമൊന്നുമില്ല. അപ്പത്തെ ചേച്ചിനത് ഇത് തുടങ്ങിട്ട് വെല്ലം അടിച്ചൊരു മതിട്ടോ. ഞാൻ വേ തൊട്ടിക്ക് വിട്ടെ. നമ്മള് മിറ്റവും കാര്യമൊക്കെ അടിച്ചിപ്പോ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പൊ നേരെ ഏതായാലും
ഒരു നേരം ഇരിക്കണ്. അപ്പം ഇനി ഷെബീക്കിനുള്ള ഉപ്പേരി മുട്ടയും മുള്ളിയിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നുണ്ട്. ചോറൊക്കെ കൂട്ടി വെച്ചേക്കണം. ചെക്കൻ അങ്ങനെ വിളിച്ചാലും വരൂല. അപ്പൊ ചാടന്നഞ്ഞി ഇങ്ങനെ ഞങ്ങൾ അടിച്ചലും തോത്തലും ചോറും കൂട്ടനൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അങ്ങനാണെങ്കിൽ വരും അളക്കം. അപ്പൊ കുരുമാൻ കൊണ്ടുവരാൻ വന്നിക്കണേ. പിന്നെ പോകല്ലേ? ചെറിയ അപ്പം ഷെബീക്കും വന്നിക്കണ പോലെ ഇവിടെ അല്ലേ ഇനി. അപ്പൊ ഞങ്ങള് പോകാൻ നോക്കണ പോലടി. ഷെബീക്കും ഒറ്റക്കില്ലേ? ഹോസ്പിറ്റലിലൊക്കെ പോയി സൂര്യ കഴിച്ചു. അവക്ക് വെച്ചട്ടോ തീരെ വെച്ചാവോ ഛർദിച്ചിട്ട് അങ്ങനെ ഗ്യാസ് എറിയിട്ടുണ്ട് അങ്ങ് എത്തിക്കണ്. ചെവിക്ക ചോർന്നോണ്ടി നട്ടപ്പാതിരക്ക് കളി കഴിഞ്ഞിട്ടൊക്കെ കയറി വരിക. അപ്പൊ നമ്മളങ്ങോട്ടൊന്നും വരൂലോ. പെരീത്തെ പണിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പൊ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ ആദൂനെ കൊണ്ടുപോകാണ്. ആദൂന് നല്ല പല്ലുവേദനയാണ്. എല്ലാവർക്കും ഓരോരോ അതാണ്. അപ്പൊ എന്താ അങ്ങോട്ട് പോണറിയപ്പോ രാവിലെ ഒന്നും ഇതാക്കിയിട്ടില്ല. രാവിലെ എന്റെ കളിയാക്കുക. തുമ്മലിന്റെ ചൂട് വിചാരിച്ചോ? ഹോസ്പിറ്റലിൽ പോണേ ഇങ്ങനെ മരുന്ന് കഴിയാ അങ്ങനെ കാത്തു നിന്നിട്ടല്ലേ. ഡോക്ടർ ലീവായത് അതിന്റെ മുമ്പ് എത്രങ്ങാനും ദിവസം ഉണ്ടേനി. അപ്പോഴൊന്നും പോകാതെ ഡോക്ടർ ലീവായ ദിവസം പോയിട്ടല്ലേ മരുന്ന് കയ്യോളം കാത്തു തീർക്കുക. എന്നിട്ട് മരുന്ന് കഴിഞ്ഞ് പറയാണ്ട് പോവുക. അത് കഴിഞ്ഞ് അഡ്വാൻസ് ആയിട്ട് പോകണ്ടേ. പിന്നെ ഇപ്പൊ ഡോക്ടർ ഇല്ലാതെ അതുകൊണ്ടാണ് ഈ പല്ലുവേദന എടുത്തിട്ട് ഭയങ്കര നിലവിളിയാണ്. ഛർദി ഇത്രയും നേരല്ലേ ഇരിച്ച് പനി ഛർദി തല പുളിയാന്ന് പറഞ്ഞാൽ തല ചുറ്റി വെച്ച് ഇങ്ങനെ അടിച്ചിങ്ങനെ പൊളിച്ച്. മോനെ പല്ലുവേദന ഒക്കെ ഉണ്ടോ? ഇവിടെയും പാട്ടാണ്. ഞാനും കറിയാണ് ഒന്ന് കാട്ടിയാതെ പോനെ കാട്ടുകയാണെങ്കി ട്ടോ. എന്തിനാ വേദന എടുത്തിക്കണ കഴിഞ്ഞാണ്ട് സുഖമായിട്ട് കറ്റൂല്. ആകെ 4 കോട്ടല്ലുള്ള അതിലൊന്ന് പോകാണെങ്കിൽ പോയിക്കോട്ടെ. അല്ലാതൊക്കെ ഇല്ല പോവാനട്ടോ. തുറക്കോന്നാണ് 8 മണി വരെ 10 മണി വരെയൊക്കെ ഉണ്ടാവൂലേ? ഡൗട്ടാണ്. അപ്പൊ പോയി നോക്കട്ടെ. പനിക്ക് ഇഞ്ചക്ഷൻ വെക്കണമെന്നുണ്ട്. കാരണം ഇന്നലെ മുതൽ ഞാൻ പാരസെറ്റമോൾ ഒന്നും വെച്ച് കുറയുന്നില്ല. അലർജിക്ക് ചേക്കണില്ല. പല്ലേന ഞങ്ങളപ്പോ പോട്ടെ ആശുപത്രി പോട്ടെ. അങ്ങനെ നമ്മളിപ്പോ ഡോക്ടറിനെ കണ്ട് അതിന് പല്ലുവേദനക്ക് എന്താ അറിയുമ്പോ അല്ലേ പനി ഇറങ്ങാണ്ട് നിന്ന ആളാ. ക്യാമറ ഓണാക്കി അപ്പൊ അങ്ങനെ ഞങ്ങളങ്ങനെ എനിക്ക് തല കറങ്ങുന്നേ ഒന്നുമില്ല. ഓക്ക് 2 സൂചി വെച്ചേക്കണേ. നല്ല പനിയാണ്. 2 ഇഞ്ചക്ഷൻ വെച്ചില്ലേ? ഞാൻ ചത്ത ചെറിയപ്പോ ഉറങ്ങണ എനിക്ക് സ്വർണം കിട്ടിയില്ലടാ. പിന്നെന്താ ചത്ത ഞങ്ങൾക്ക് എടുക്കാനല്ലേ. അതൊന്ന് അതൊന്ന് പല്ലുവേദന എടുത്തിട്ട് അതില് വേറൊന്നുകൂടി ഓനെന്തോ മരുന്ന് വെച്ചേക്കണം കേട്ടോ. സഡേഷൻ വെച്ചേക്കണം. അപ്പൊ അങ്ങനെ ഛർദിക്കില്ലതും പനിക്കില്ലതും പല്ലുവേദന ഉണ്ടായിട്ട് സിസ്റ്റർ മൂട്ടിൽ വെച്ചത്. ഞാൻ എന്തെങ്കിലും മൂട്ടിലെ പല്ലിനാണ് വേദന പറഞ്ഞേ. നമ്മളവിടുന്ന് ഡോക്ടർ മരുന്ന് അയക്കണെന്ന് പറഞ്ഞപ്പോ മരുന്നും കാര്യമൊക്കെ വാങ്ങിയപ്പോ കാറ് കയറിയിരിക്കുകയാണ്. ചിഞ്ഞി എത്ര വെച്ചെങ്കിലും ഞാൻ അങ്ങോട്ട് മുക്കാതാകുമ്പോഴേ ഞാൻ ബെഡിന്ന് നീച്ചാക്കുള്ളൂ. അത്രയും നേരം ഞാൻ പണിയെടുത്ത് ചിരിച്ച് കളിച്ചിനെയും കൊണ്ട് പറ്റണ ആദ്യം നടക്കും. അപ്പം നടക്കണോണ്ടാണ് എല്ലാവരും വിചാരിച്ചത് വലിയ കുഴപ്പമില്ല. പിന്നെ സിഫ്ന പറഞ്ഞ ഭയങ്കര പനിയായിട്ട് ഛർദ്ദിച്ചും ചെയ്തില്ല. എല്ലാവരും ചെറിയാപ്പൂൻ്റെ കിളിയൊക്കെ പേടിച്ചിരിക്കണതാണ്. വേ ആശുപത്രി കൊണ്ടുവരും. ചെറിയാപ്പൂന് വെജാതെ ഞാൻ കറക്കണം ഇങ്ങനെ ഇഷ്ടമല്ല. അതിനാരുമില്ലല്ലോ. അപ്പം മരുന്നും കാര്യമൊക്കെ വാങ്ങാനേക്കണം. എൻ്റെ തലവേദന നല്ലോണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ആദൂന് പല്ലുവേദന ആയപ്പോൾ ചിൻ്റെത് പറഞ്ഞ് ഓന് ചെറിയപ്പോൾ വണ്ടി വിട്ടില്ലേ. ഞാൻ തന്നെ സാരമില്ല എന്ന് പറയണ അച്ഛന് കയ്യിലാറ് മുണ്ടും തോറിച്ച് തലവേദന കയറുക. അവന് ചെറിയപ്പോൾ മരുന്നിന് പൈസ കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പം ചെറിയപ്പോൾ വന്നിട്ട് സൂചി വെച്ചൊരു സമാധാനമാണ്. സൂചി വെച്ചിട്ടില്ലെങ്കിൽ പെരി പോയി രാത്രി ഇന്നാളെ ഞാൻ 2 മണിക്ക് 3 മണിക്ക് നീച്ച് സൂചി വെക്കാൻ വന്നിങ്ങനെ. പിന്നെ രാത്രി ഇടങ്ങാറായി വേണ്ടി വരും. അതിൽ നല്ല എത്തൂല. ഛർദി ചൂപ്പാടളവും കഴിയൂല. ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം എന്തോന്നാ
അപ്പൊ ചെറിയപ്പോ മരുന്നൊക്കെ വാങ്ങിയ ലോഡ് മരുന്നാളായിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരും മാറി പൈസ പോയപ്പോ എല്ലാരും അസുഖം മാറിയിട്ടൊന്നുമില്ല അറിയാപ്പോ. പോന്നപ്പോ ഇങ്ങനെ രണ്ടാളും ഇവിടെ എത്തിയപ്പോ മരുന്നൊക്കെ വാങ്ങി വണ്ടിയൊക്കെ എത്തിയപ്പോ രണ്ടാളല്ലോ ഉഷാറിൽ നിക്കണം. ഇതിന് വേണം മാറിയില്ലേ അപ്പൊ അതിന്റെ പാക്ക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും.